ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കിടയിൽ കണ്ടുവരുന്ന അർബുദങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ളതാണ് സ്തനാർബുദം. പലപ്പോഴും ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് രോഗം സങ്കീർണമാകാൻ കാരണമാകുന്നു. എന്നാൽ ശരിയായ അവബോധത്തിലൂടെയും സ്വയം പരിശോധനയിലൂടെയും രോഗം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണിത്. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ വൈദ്യപരിശോധനകളും സ്തനാർബുദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ ഇവയാണ്. സ്തനാർബുദം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രായം. പ്രായം കൂടുന്തോറും രോഗസാധ്യതയും വർദ്ധിക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ രോഗം വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. പാരമ്പര്യമായി കുടുംബത്തിൽ ആർക്കെങ്കിലും സ്തനാർബുദം വന്നിട്ടുണ്ടെങ്കിലോ BRCA1, BRCA2 തുടങ്ങിയ ജനിതക മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ രോഗസാധ്യത ഏറുന്നു. കൂടാതെ 12 വയസ്സിന് മുൻപ് ആർത്തവം തുടങ്ങുന്നതും 55 വയസ്സിന് ശേഷം ആർത്തവ വിരാമം സംഭവിക്കുന്നതും ഈ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്തനത്തിന്റെ വലുപ്പത്തിലോ ആകൃതിയിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്തനത്തിലോ കക്ഷത്തിലോ അനുഭവപ്പെടുന്ന വേദനയില്ലാത്ത മുഴകൾ എന്നിവയാണ് സ്തനാർബുദത്തിന്റെ പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. ഇതിനു പുറമെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, അസ്വാഭാവികമായ സ്രവങ്ങൾ വരിക, സ്തനത്തിലെ ചർമ്മത്തിൽ ചുവപ്പ് നിറമോ ഓറഞ്ച് തൊലിക്ക് സമാനമായ മാറ്റങ്ങളോ കണ്ടാൽ ഒട്ടും വൈകാതെ പരിശോധനയ്ക്ക് വിധേയമാകണം. പാരമ്പര്യം, അമിതവണ്ണം, വ്യായാമം ഇല്ലായ്മ, തെറ്റായ ഭക്ഷണരീതി, മദ്യപാനം, വൈകിയുള്ള പ്രസവം തുടങ്ങിയവ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കൽ മാമോഗ്രാം പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും. കൂടാതെ എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ സ്വന്തമായി സ്തനപരിശോധന നടത്തുന്നത് രോഗം നേരത്തെ കണ്ടെത്താൻ സഹായിക്കുമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ആർത്തവം ആരംഭിച്ച് 7 മുതൽ 10 ദിവസത്തിന് ശേഷം പരിശോധന നടത്തുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് സ്തനങ്ങളിലെ വീക്കവും വേദനയും കുറവായിരിക്കും എന്നതിനാൽ മാറ്റങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു.